ഹലോ ഗൈസ്, വിളിക്കാൻ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് വൺ ബ്ലോക്കിൽ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു വലിയ സർക്കിൾ ഉണ്ടാക്കും. അവിടെ ഉള്ള ഡയറക്റ്റ് വെച്ച് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. അവിടെ നമ്മൾ ഫാമിംഗ് ആണ് നടത്താൻ പോണത്. പിന്നെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറേ ബ്ലോക്ക് ഒട്ടിച്ച് വൺ ബ്ലോക്കിലെ ഈ ചാപ്റ്റർ നമ്മൾ തീക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ ആ പരിപാടിയിലോട്ട് പോകാം. അതുമ്പോൾ നമ്മൾ പിക്കാസ് ഉണ്ടാക്കിക്കോട്ട്. ഓക്കെ, പിക്കാസ് വുഡില്ല. അപ്പോൾ വുഡ് നമ്മൾക്ക് എടുക്കാം. ഈ ചാപ്റ്റർ നമ്മൾ ഇന്നത്തോടെ തീക്കണം. അടുത്ത ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. വൺ ബ്ലോക്ക് കളിക്കുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ എൻ്റെ അടിയിലൊരു ബ്ലോക്ക് വെച്ചു. അപ്പോൾ ഗ്രാവലൊന്നും തറയിൽ പോവില്ല. അപ്പോൾ നമുക്ക് വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല ഇത് തുടങ്ങിയാൽ കാണിക്കാം. അതിനെ ഞാൻ കട്ട് ചെയ്യുന്നു. ഓക്കെ, അയൺ കിട്ടി. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പിക്കാസ് ഉണ്ടാക്കാം, സ്റ്റോൺ പിക്കാസ്. ഓക്കെ, നമ്മൾ സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ആയിട്ട് അയൺ നമുക്ക് എടുക്കാം. ഗ്രാസ് ബ്ലോക്ക്, ഗ്രാവല്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെല്ലാം കിട്ടിയാൽ കാണിക്കാം. ഓക്കെ, കോളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ കാണിക്കാം, പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഒരു പിക്ക് സ്പോൺ ആയിട്ടുണ്ട്, ബേബി പിക്ക്. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇനി ഉണ്ടെങ്കിൽ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഒരു കൗ സ്പോൺ ആയിട്ടുണ്ട്. അതിനെ മാറ്റി നിർത്താം. അപ്പോൾ നമുക്ക് ബ്ലോക്ക് തന്നെ ഓട്ടിച്ചോണ്ടിരിക്കാം. ഓക്കെ, നല്ലതായിട്ട് നടക്കുമ്പോൾ കാണിക്കാം. ഓക്കെ, ഷീപ്പ് സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ അയൺ സ്പ്ലിറ്റ് ചെയ്യാം. 5 അയൺ കിട്ടി. ഒരു ഫർണസ് ഉണ്ടാക്കാം. ഓക്കെ, ഓ ജസ്റ്റ് മിസ്. ഇപ്പം പോയെന്ന് എല്ലാം കോളെടുത്ത് വയ്ക്കുക. അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല വെട്ടം കിട്ടും. യാതൊരു കൺബ്ലോക്ക്. അയ്യോ, അതല്ല, അതോ ഇത് ഗ്രാസ് ബ്ലോക്കായൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ബെഡിന്റെ കാര്യത്തില് ഇതായിട്ടുണ്ട്. ബെഡ് ചിലപ്പോൾ നമുക്ക് ഷിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഓക്കെ, ഓ പിക്കാസ് കിട്ടി. ഒരു പിക്കാസും കൂടെ ഉണ്ടാക്കാം. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ അയൺ വെച്ച് നമുക്ക് സ്മെൽറ്റ് ചെയ്തൊരു ഷിയർ ഉണ്ടാക്കാം. അത് വെച്ച് ഷീപ്പിൻ്റെ ഊള് ഷിയർ ചെയ്തെടുക്കാം. ഓക്കെ, എത്രണ്ണം കിട്ടി? 1 കിട്ടുള്ളൂ. അപ്പോൾ ഇത് പെട്ടിക്കകത്ത് വെച്ചിരിക്കാം. അപ്പോൾ എൻ്റെ മറ്റേ പിക്ചേഴ്സും പൊട്ടി. ഇതിപ്പം 529 ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ എത്ര ബ്ലോക്ക് ആകുമ്പോഴാണോ കിട്ടണത്. പിന്നെ ഒരു കോരി സ്പോൺ ആയിട്ടുണ്ട്, ചിക്കൻ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെല്ലാം കിട്ടണമെങ്കിൽ കാണിക്കാം. അപ്പോൾ ഒരു ഷീപ്പും കൂടെ സ്പോൺ ആയിട്ടുണ്ടാവും. അതിന് ഷീർ ചെയ്ത് ഒരു ബെഡിൻ്റെ ഇതായി. അതിനും കാട്ടി കൂടി. ഇവിടെ ഒരു പിഗും സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മൈൻ തന്നെ ചെയ്യാം. മൈനിങ് ദേഷ്യം പറഞ്ഞു എനിക്ക്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം കിട്ടണമെങ്കിൽ കാണിക്കാം. ഓക്കെ, സോറി ഗൈസ്. അപ്പോൾ 3ാമത്തെ ലെവൽ എത്തിയിട്ടുണ്ട്. ദ കേവ് എന്നാണ്. കേവ് എന്ന് പറഞ്ഞതും അതിൻ്റെ തുടക്കത്തിൽ തന്നെ 2 വവോലൊക്കെ വന്നു. അപ്പോൾ ദ കേവ് എന്ന് എഴുതി കാണിച്ച് 3ാമത്തെ ലെവലായി. അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടി തുടങ്ങാം. ഒരു സർക്കിൾ വെച്ചിട്ട് അവിടെ നമുക്ക് ഒരു വീറ്റ് ഫാം തുടങ്ങാം.
വീറ്റല്ല ഫാമിങ്. അപ്പോൾ അതിനോട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് കാണിക്കാം. ഇവിടെയാണ് ഉണ്ടാക്കാൻ വിചാരിക്കണത്. അപ്പോൾ ഞാൻ സർക്കിളൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് ഫാമിങ് സെറ്റാക്കിയിട്ടുണ്ട്. കുറേ സമയം എടുത്ത് ഈ സർക്കിൾ വരയ്ക്കാൻ 1/2 മിനിറ്റ് അങ്ങ് എടുത്ത് കാണും. അപ്പോൾ ഇനി അടുത്തൊരു പണിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു അനിമൽ ഫാം ഉണ്ടാക്കുകയാണ്. അത് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഞാൻ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കാൻ നോക്കിയാണ്. തെറ്റിപ്പോയതുകൊണ്ട് ഒരു വെള്ളം ഡിലീറ്റായി പോയി. അപ്പോൾ ഇനി നമുക്ക് നാളെ കളിക്കാൻ മടുത്ത് കുറേ നേരമായി കളിക്കാൻ തുടങ്ങി. ഓഫ് ക്യാമറയിൽ നിന്ന് ഇവിടെ ചുറ്റിലും ഒരു വാളിങ് വെക്കണം, ഒരു മതിലുണ്ടാക്കണം. അപ്പോൾ ഇനി അടുത്ത നാളെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ സർക്കിൾ വെച്ചിട്ട് ഒരു അനിമൽ ഫാം ഉണ്ടാക്കുമ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോകുക. ബൈ ബൈ.